എന്നാൽ ഇത് ഏതാനും ചിലരിൽ നിന്നും ഏറ്റുവാങ്ങി ജമായത്തിന്റെ ചാനൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഏറ്റുവാങ്ങി പ്രചരിപ്പിക്കുന്നതിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത്തരം ഘട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് ഞാൻ കരുതുന്നത്. ഈ ആക്രമണങ്ങൾക്ക്, ഈ അധിക്ഷേപങ്ങൾക്ക്, ഈ നിരന്തര പരിഹാസത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഒരു മാധ്യമ പ്രവർത്തകനാണത്രേ. അദ്ദേഹം ആ മാധ്യമത്തിന്റെ ഒരു പ്രത്യേക അസൈൻമെന്റായി ഏറ്റെടുത്തിട്ടുള്ളതാണോ ഈ കാര്യം എന്നറിയില്ല. സത്യത്തിൽ ഇതൊന്നും മറുപടി അർഹിക്കുന്നതുമല്ല. കാരണം ഇനി പിണറായി അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ദിവസമേ കേരളത്തിൽ കാലുകുത്തു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണത്രേ ഇദ്ദേഹം. പറഞ്ഞ വാക്കിന് വല്ല വിലയും കൽപ്പിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ടാവില്ല. പിണറായി ഇറങ്ങുന്ന ദിവസവും കാത്ത് ഇരിക്കുകയായിരിക്കും. വർഷങ്ങളായി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അദ്ദേഹം പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നയാളാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അധിക്ഷേപ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഓരോന്നായി തെറി വിളിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹം തയ്യാറാക്കി കൊടുക്കുകയാണ്. അതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാട് കാര്യങ്ങളെ ശരിയായി തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയവുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് തോന്നുന്നത്. ഒന്ന്, വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഗോഡ്സെയും ദേവദാസ് ഗാന്ധിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നതായി ഞാൻ പരാമർശിക്കുന്നു. അത് പ്രസംഗത്തിൽ പരാമർശിച്ചതോടെ അന്നൊന്നുമില്ലാത്തൊരു വിവാദം ഇപ്പോ ഉയർന്നു വരികയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ലെന്നും അതിന് തെളിവുകളില്ലെന്നും ഏതോ ഒരു നാടകത്തിലോ മറ്റോ ഇങ്ങനെയുള്ളത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് എന്നുമാണ് ഇക്കൂട്ടർ ആക്ഷേപിക്കുന്നത്. സത്യത്തിൽ ആ പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം എന്താണ് ആ പ്രസംഗത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശം. എനിക്ക് തോന്നുന്നു 3-4 വർഷം മുൻപുള്ള ഒരു പ്രസംഗമാണത്. ആ ഘട്ടത്തിൽ കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ ഗാന്ധി ഘാതകൻ ആര് എന്നുപോലും പറയാൻ മടിക്കുന്ന ഒരു ഘട്ടമാണ്. ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു, നിശബ്ദത പാലിക്കുകയാണ്. ഗാന്ധിജിയെ ആര് കൊന്നു, അവിടെയും മൗനമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഗാന്ധിജിയെ ആര് കൊന്നു എന്നും എന്തിനു കൊന്നു എന്നും വിശദീകരിക്കുക എന്നതാണ് ആ പ്രസംഗത്തിന്റെ ലക്ഷ്യം. ഞാനത് ഏതെങ്കിലും ഒരു നാടകം കണ്ട ആവേശത്തിൽ പ്രസംഗിച്ചതുമല്ല. ഇവരീ പറയുന്ന നാടകം ഞാൻ കണ്ടിട്ടുമില്ല. മറിച്ച് ഞാൻ ഓർക്കുന്നത് അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ആ പ്രസംഗം നടത്തുന്നതിന്റെ സമീപ ദിവസങ്ങളിൽ എപ്പോഴോ വായിച്ചതാണ്. ആ ഓർമ്മയിൽ നിന്നാണ്, ആ ലേഖനത്തിൽ നിന്നാണ് ആ ഭാഗം ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്. അത് എക്സ്പ്രസ് ട്രിബ്യൂണിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആകാർ പട്ടേൽ എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. അതിന് ചരിത്രത്തിൽ എത്രമാത്രം തെളിവുകളുണ്ട് എന്നതൊന്നും എന്റെ പ്രശ്നമല്ല. മറിച്ച് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലാനുള്ള കാരണം വ്യക്തിപരമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുക എന്നത് മാത്രമാണ്. ആ ലേഖനം വായിച്ചാൽ അറിയാം, ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആ പ്രസംഗത്തിൽ ഉടനീളം കടന്നു വന്നിട്ടുള്ളത്. ആ ലേഖനം ഒരു പുസ്തകത്തെ, ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ഉള്ളതാണ്. ആകാർ പട്ടേലിന്റെ ലേഖനം ഔട്ട്ലുക്കിലും പിന്നീടൊരു അവസരത്തിൽ പ്രസിദ്ധീകരിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒന്നിലധികം പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ഒരു ലേഖനം. ആ ലേഖനത്തിൽ പരാമർശിക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. മറ്റു തെളിവുകൾ തേടി പോകാൻ താല്പര്യമുള്ളവർക്ക് അത് തേടിപ്പോകാവുന്നതാണ്, ഗവേഷണം നടത്താവുന്നതാണ്, അവരവരുടെ നിഗമനങ്ങളിൽ എത്താവുന്നതുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി കൊല്ലപ്പെട്ടത് വ്യക്തിപരമായ ശത്രുതയുടെ പേരിലായിരുന്നില്ല എന്നും അതിന്റെ കാരണം രാഷ്ട്രീയമാണ് എന്നും ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിന്റെ രാഷ്ട്രീയമാണ് എന്നും വിശദീകരിക്കുകയായിരുന്നു ലക്ഷ്യം. ആ ദിവസങ്ങളിൽ എപ്പോഴോ, സമീപ സമയത്ത് എപ്പോഴോ വായിക്കാൻ ഇടവന്ന ഒരു പഴയ ലേഖനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ആ ലേഖനം നമ്മുടെ മുൻപിൽ ഇപ്പോഴുമുണ്ട്. ചിലർ ആക്ഷേപിക്കുന്നത് പോലെ നാടകം കണ്ട് വിളിച്ചു പറഞ്ഞതല്ല,
ഇതാണ് അതിന്റെ സോഴ്സ് എന്ന് വിശദമാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് വിശദമാക്കി എന്ന് മാത്രം. ഗാന്ധിജിയെ കൊന്നതിന്റെ കാരണം ഇതാണ് എന്നത് എന്റെ ബോധ്യം കൂടിയായതിനാൽ ആ കാര്യം പറഞ്ഞു എന്നു മാത്രം. അതിന്റെ പേരിലാണ് ആദ്യത്തെ തെറിവിളികൾ ആരംഭിക്കുന്നത്.